ബ്രോ എനിക്കൊരു കൊച്ചിനെ സെറ്റാക്കി തരാൻ പറ്റുമോ ബ്രോ? ഏത് കൊച്ചായാലും കുഴപ്പമില്ല, ഒരു 16 വയസ്സിന് താഴെയുള്ള ബ്രോ. കഷ്ടമുണ്ട് ബ്രോ. എൻ്റെ അണ്ടി വിനോദേ, എടാ 16 വയസ്സുള്ള കൊച്ചാണ് പോസ്കോ. എടാ പൊട്ട ഗായ്സ്, ഇപ്പം പറയുന്ന പോലെ അതിൻ്റെ പേര് പോസ്കോ അല്ല, പോക്സോ ആണ്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. അതായത് 2012 നവംബർ 14 ഈ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. 18 വയസ്സിന് താഴെയുള്ള, അതിൽ ആൺ പെൺ വ്യത്യാസമില്ല കേട്ടോ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവർക്കെതിരായിട്ടുള്ള ഏത് ലൈംഗിക അതിക്രമവും ഈ ഒരു നിയമത്തിന് കീഴിലാണ് വരുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞു വെച്ചോ. 2019 ഇതിലൊരു വലിയൊരു അമെൻമെൻറ്റ് വന്നു. അത് പ്രകാരം ഇത്തരത്തിൽ കുറ്റകൃത്യം നടന്നാൽ വധശിക്ഷ വരെ വിധിക്കാം എന്നുള്ളൊരു വലിയ മാറ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 2019 വന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സെക്ഷൻ 3, അതായത് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട്, അതായത് ലൈംഗിക കടന്നു കയറ്റത്തോടു കൂടിയുള്ള ആക്രമണം. അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് ആദ്യം 7 വർഷമായിരുന്നു, അതിപ്പോൾ മാറ്റിയിട്ട് 10 വർഷമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളോടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 20 കൊല്ലം തടവ് അല്ലെങ്കിൽ ജീവപര്യന്തം പ്ലസ് പിഴ, ഇങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെയുള്ളത് സെക്ഷൻ 7 ആണ്, സെക്ഷൽ അസാൾട്ട്. ഇത് പ്രകാരം ലൈംഗിക ഉദ്ദേശത്തോടു കൂടി കുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കാൻ കുട്ടികളെ നിർബന്ധിക്കുകയോ ചെയ്യുന്നു. ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തൊട്ട് 5 വർഷം വരെ തടവും പിന്നെ പിഴയുമാണ്. പിന്നെ സെക്ഷൽ ഹറാസ്മെൻറ്റ് സെക്ഷൻ 11, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കുട്ടികൾ കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നത്, പിന്നെ കുട്ടികൾക്ക് നേരെയുള്ള നഗ്നതാ പ്രദർശനം, പിന്നെ കുട്ടികളെ നിർബന്ധിച്ച് അശ്ലീല വീഡിയോകൾ കാണിക്കുന്നത്, പിന്നെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമങ്ങൾ മുഖേനയോ ഫോളോ ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത്, ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്, ഇതും സെക്ഷൽ ഹറാസ്മെൻറ്റിൽ പെടും. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നത്, അശ്ലീല കാര്യങ്ങൾക്കായി കുട്ടിയെ വശീകരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അതിനൊരു പാരിതോഷികം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ വരും. ഇതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം തടവും പിന്നെ പിഴയാണ്. പിന്നെ ആർക്കൊക്കെ ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ ആർക്ക് വേണേൽ റിപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരു കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. പ്രത്യേകിച്ചത് കൂടുതലായി ചെയ്യുക സ്കൂളിലെ അധ്യാപകർ, കാരണം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ചിലപ്പോൾ കുട്ടികൾ ഇതൊക്കെ റിവീൽ ചെയ്യും. ആ സമയത്ത് അധ്യാപകർ, അതുപോലെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, അതുപോലെ ആശുപത്രി ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, അങ്ങനെ ഇതറിയുന്ന ആർക്ക് വേണമെങ്കിലും ഇത് പോലീസിന് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ലോക്കൽ പോലീസിന് കൊടുക്കാം. പിന്നെ സ്പെഷ്യൽ ജൂവനൈൽ പോലീസ് യൂണിറ്റ് ഉണ്ട്, അവർക്ക് കൊടുക്കാം. ചൈൽഡ് വെൽഫെയർക്കാർക്ക് കൊടുക്കാം. പിന്നെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ഇവർക്കും കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പോക്സോ കേസുകൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരുന്നുള്ള നടപടി എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഈ അറിഞ്ഞ ആൾക്കെതിരെയും നിയമ നടപടി ഉണ്ടാകും. അവരെയും പ്രേരണാകുറ്റത്തിന് പ്രതിയാക്കപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ.